മാനവകുലത്തിന് ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ദിവ്യദൂതുമായി നടക്കുന്ന ചിലർ അവസരവാദികളാകുന്നുവെന്നാണ് പ്രൊഫസർ ജോൺ കുര്യാക്കർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പ്. മാനവകുലത്തിന് ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ദിവ്യദൂതുമായി നടക്കുന്ന ചിലർ അവസരവാദികളാകുന്നു എന്ന് പറയേണ്ടി വരുന്നതിൽ ദുഃഖമുണ്ട്. ഇവർ പറയുന്നതൊന്ന്, പ്രവർത്തിക്കുന്നത് മറ്റൊന്ന്. അവസരത്തിനൊത്ത് പ്രസംഗിക്കുന്ന ഇവർ സമൂഹത്തിൻ്റെ പരിഹാസ കഥാപാത്രങ്ങളായി മാറുന്നു. മലങ്കര സഭയുടെ സ്ഥാപകൻ പരിശുദ്ധ മാർത്തോമാ ശ്ലീഹായെ തള്ളാനും കൊള്ളാനും ഇവർ പഠിച്ചു കഴിഞ്ഞു. സത്യത്തെ എല്ലാ കാലത്തേക്കും പൂഴ്ത്തിവെക്കാൻ സാധിക്കില്ല. മാർത്തോമാ ശ്ലീഹ കേരളത്തിൽ വന്നിട്ടില്ല, പൗരോഹിത്യം ഇല്ല എന്നൊക്കെ 203/1970 നമ്പർ വാറോല ഇപ്പോഴും നിലനിൽക്കുന്നു. കേരളത്തിലെ അന്ത്യോക്യ ഭക്തർ അത് ഏറ്റുപാടി. അവരെ ചിലർ അന്തയോക്യൻ അടിമകളെന്ന് വിളിക്കുന്നു. അവരിൽ ഒരു വിഭാഗം പത്രോസിൻ്റെ പടക്കുതിരകളാണെന്ന് പറയുന്നു. അവരുടെ ഇപ്പോഴത്തെ പ്രധാന തിരുമേനി മുൻപ് പറഞ്ഞതും പ്രവർത്തിച്ചതും വേഗം മറക്കുന്നു. ഇപ്പോൾ മാനവകുലത്തിന് ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ദിവ്യദൂതുമായി ഓടി നടക്കുകയാണ്. ബത്ലഹേമിൽ മുഴങ്ങുന്ന അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന് ഉറക്കെ പറയുന്നു. സാഹോദര്യത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും വിട്ടുവീഴ്ചകളൊന്നും ഇവർക്ക് അറിയില്ല. കോടതി വിധി നടപ്പിലാക്കിയ പള്ളികളിൽ പോലും അരാജകത്വം സൃഷ്ടിക്കുന്നു. ക്രമസമാധാന പരിപാലനത്തിന് എത്തിയ പോലീസുകാരെ പോലും ആക്രമിക്കുന്നു. അവർ അന്ത്യോക്യയുടെ പിള്ളാർ എന്ന് പറയുന്നുവെങ്കിലും അവർ മലയാളികളാണ്. സർക്കാരിന് ഒന്നും തന്നെ ചെയ്യാൻ കഴിയുന്നില്ല. അധികാരമോഹമാണ് ഇതിനെല്ലാം കാരണം. ഒന്നായി പോകാൻ ഇവർക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല എന്നുമാണ് പ്രൊഫസർ ജോൺ കുര്യാക്കർ കുറിപ്പിൽ പറയുന്നത്.